ഹലോ ഗൈസ്, വെൽക്കം ടു AR റിയാക്ട്സ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇന്നലെ രാത്രി വന്നിട്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഒരു കാര്യം ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രാത്രി അത്രയും ടീസേഴ്സ് ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്ത്. സോ അതിൻ്റെ ഇടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്നുണ്ടായിരുന്നു. അതിന്റെ പേര് എന്താ വെച്ചാൽ മേഡ് ഇൻ കൊറിയ. ഇത് വന്നിട്ട് പ്രിയങ്ക മോഹനാണ് ഇതിലെ മെയിൻ ലീഡ്. വേറെ ആരും കാസ്റ്റാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ഫുള്ള് പ്രിയങ്ക മോഹനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു 1 minute 17 second ஒரு டீசர் வந்து அனு செக் ஆமா இவ்வளவு அமௌண்ட் இப்ப வாங்கிட்டு கொரியாவுல போய் சுத்தி பார்க்கற அளவுக்கு அங்க என்ன இருக்கு? நீங்க உங்க வைஃப கல்யாணம் பண்ணீங்க. இந்த மாதிரி வாழ்க்கையில நிறைய क्वेश्चन பதிலே இல்ல. பிடிக்கும் சார். கொரியன் இந்த ஆசை ஆரம்பிச்சதே என் ஸ்கூல் டிராமால இருந்து தான். செம்பவலம், ஒரு தமிழ் பொண்ணு கன்னியாகுமரியில இருந்து கொரியாக்கு போன ஒரு கதை. கொரியன் அடிக்ஷன். இவெல்லாம் கொரியா போய் வேலை செஞ்சா ஒரே நாள் அடிச்சு துரத்த போறான். அப்போ முடிவே பண்ணி இவ்வளோ சந்தோஷமா வரணும்னு நினைச்ச ஊர், ஆனா அந்த சந்தோஷம் எதுவுமே என்கிட்ட இல்லை. நீ சொன்னா நான் சைன் பண்ணும். இஃப் யூ சைன் யூ கேன் லீவ். ஐ வில் சைன். வேர் ஐ சைன். ആരേ കാർത്തിക് ഫണ്ണായിണ്ട്. നോക്കുമ്പോൾ നല്ലൊരു കോമഡി ട്രെയിലർ അടിപൊളിയുണ്ട്. ഫണ്ണായിണ്ട്. പ്രിയങ്ക മോഹന്റെ ഒരു ഫൺ ആംഗിള് എപ്പോഴും നന്നായിട്ടാവും. പക്ഷെ ഇതില് ഫുൾ ആൻഡ് ഫുൾ അവളാണ് മെയിൻ ലീഡ്. ഇത് വന്നിട്ട് ഒരു കൊറിയൻ അഡിക്ഷൻ, ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഗേൾസിന്റെ ഒരു അഡിക്ഷൻ, കൊറിയൻ ബോയ്സ്. പക്ഷെ ഇത് വന്നിട്ട് കൺട്രിയാണ്. ഇത് വന്നിട്ട് കൺട്രിയിൽ പോയി ജീവിക്കണം എന്നൊക്കെയാണ്. സോ ഇത് ആള് അവിടെ പോയിട്ട് അവിടെ എങ്ങനെ ലൈഫ് മാറണ, അവിടുത്തെ ആൾക്കാര്, അവിടെ എന്താ നടക്കണ, അതാണ് കഥ. ട്രെയിലർ ഫണ്ണായിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയും, കമന്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. എന്തായാലും ഇനി ഒരു അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.